നമസ്കാരം, ധനു സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 40/2023 ആണ്. LD ക്ലർക്ക്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, +2 ലെവൽ മെയിൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ LDC എക്സാം എഴുതുന്ന എല്ലാവർക്കും, അത് LP എഴുതുന്നവർക്കും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സിലബസ് പാറ്റേൺ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം, നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ചത് ഇവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്. ഓപ്ഷൻ എ കൽക്കട്ട, ഓപ്ഷൻ ബി ബോംബെ, ഓപ്ഷൻ സി ലക്നൗ, ഓപ്ഷൻ ഡി ലാഹോർ. ആൻസർ ഓപ്ഷൻ ഡി ലാഹോർ. പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ എ മുഹമ്മദ് അബ്ദുറഹ്മാൻ, ഓപ്ഷൻ ബി KB മേനോൻ, ഓപ്ഷൻ സി മൊയ്യാരത്ത് ശങ്കരൻ, ഓപ്ഷൻ ഡി പി കൃഷ്ണപിള്ള. ആൻസർ ഓപ്ഷൻ ബി KB മേനോൻ. നെക്സ്റ്റ് വൺ, 1857 കലാപത്തിന്റെ കേന്ദ്രമായിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി ആയി വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ കാനിങ് പ്രഭു, ഓപ്ഷൻ ബി ഹാർഡിഞ്ച് പ്രഭു, ഓപ്ഷൻ സി ഡൽഹൌസി പ്രഭു, ഓപ്ഷൻ ഡി എലൻബറോ പ്രഭു. ആൻസർ ഓപ്ഷൻ സി ഡൽഹൌസി പ്രഭു. ഓപ്ഷൻ സി ഡൽഹൌസി പ്രഭു. നെക്സ്റ്റ് വൺ, ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചുകൂട്ടിയ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ഏതാണ്? ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചുകൂട്ടിയ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ഏതാണ്? ഓപ്ഷൻ എ ജോർജിയ, ഓപ്ഷൻ ബി ഫിലാഡൽഫിയ, ഓപ്ഷൻ സി വെർജീനിയ, ഓപ്ഷൻ ഡി പെൻസിൽവാനിയ. ആൻസർ ഓപ്ഷൻ എ ജോർജിയ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിനുമേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നതാര്? ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിനുമേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നതാര്? ഓപ്ഷൻ എ ഡച്ചുകാർ, ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ, ഓപ്ഷൻ സി ഫ്രഞ്ചുകാർ, ഓപ്ഷൻ ഡി ഇംഗ്ലീഷുകാർ. ആൻസർ ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ PD വഗേല, ഓപ്ഷൻ ബി വി വിദ്യാവതി, ഓപ്ഷൻ സി സഞ്ജയ് കുമാർ മിശ്ര, ഓപ്ഷൻ ഡി ഗിരീഷ് ചന്ദ്ര ചതുർവേദി. നെക്സ്റ്റ് വൺ, ആൻസർ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി വി വിദ്യാവതി. നെക്സ്റ്റ് വൺ, 1962 UK സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഉരുക്കുശാല. 1962 UK സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഉരുക്കുശാല ഏതാണ്? ഓപ്ഷൻ എ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ്, ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കല, ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ, ഓപ്ഷൻ ഡി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ. ആൻസർ ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ. ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ. ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഓപ്ഷൻ എ സ്ട്രാറ്റോസ്ഫിയർ, ഓപ്ഷൻ ബി മീസോസ്ഫിയർ, ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ, ഓപ്ഷൻ ഡി തെർമോസ്ഫിയർ. ആൻസർ ഓപ്ഷൻ ബി മീസോസ്ഫിയർ. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ക്രമപ്പെടുത്തി എഴുതുക. ഫസ്റ്റ് പാർട്ടിൽ ജുമിങ്, ലഡാക്ക്, മിൽമ, മിൽപ്പ, റോക്ക. സെക്കൻഡ് പാർട്ടിൽ ബ്രസീൽ, മെക്സിക്കോ, മലേഷ്യ, വടക്ക് കിഴക്കൻ ഇന്ത്യ. ഇതിൻ്റെ ആൻസർ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ക്രമപ്പെടുത്തി എഴുതാൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് ഓപ്ഷൻ എ ജുമിങ് വടക്ക് കിഴക്ക് ഇന്ത്യയുമായി വരുന്നു. ലഡാക്ക് മലേഷ്യ, മിൽപ്പ മെക്സിക്കോ, റോക്ക ബ്രസീൽ.
ശ്രീലങ്കയിൽ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ നിലയമായ കൈഗ ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ നിലയമായ കൈഗ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി കർണാടകം, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ആൻസർ ഓപ്ഷൻ ബി കർണാടക. നെക്സ്റ്റ്, ഭൂമിയുടെ ഉപരിതലത്തിനോട് വളരെ അടുത്ത് കൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങൾ. ഭൂമിയുടെ ഉപരിതലത്തിനോട് വളരെ അടുത്ത് കൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ നിംബസ് മേഘങ്ങൾ, ഓപ്ഷൻ ബി സ്ട്രാറ്റസ് മേഘങ്ങൾ, ഓപ്ഷൻ സി സിറസ് മേഘങ്ങൾ, ഓപ്ഷൻ ഡി ക്യൂമുലസ് മേഘങ്ങൾ. ആൻസർ ഓപ്ഷൻ എ ആണ്, നിംബസ് മേഘങ്ങൾ. നെക്സ്റ്റ് വൺ, തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവവൈവിധ്യ പൈതൃക സൈറ്റായി 2022 പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷനിൽ സത്യമംഗലം, ബി മുതുമലൈ, സി കളക്കാട് മുണ്ടൻതുറൈ, ഡി അരിട്ടാപ്പെട്ടി. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി അരിട്ടാപ്പെട്ടി. നെക്സ്റ്റ് വൺ, റിസർവ് ബാങ്കിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ഏതാണ്? റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1-നാണ്. അടുത്തത്, റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. അടുത്തത്, എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ പ്രസ്താവന 1 and 2, ഓപ്ഷൻ ബി പ്രസ്താവന 2 and 3, ഓപ്ഷൻ സി പ്രസ്താവന 1 and 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, പ്രസ്താവന 1 and 3. നെക്സ്റ്റ് വൺ, കമ്മി ബജറ്റ് എന്നത് ഓപ്ഷൻ എ വരുമാനം ഈക്വൽ ടു ചെലവ്, ഓപ്ഷൻ ബി വരുമാനം ലെസ് ദാൻ ചെലവ്, വരുമാനം ഗ്രേറ്റർ ദാൻ ചെലവ്, വരുമാനം ഈക്വൽ ടു നികുതി. ഇതിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വരുമാനം ലെസ് ദാൻ ചെലവ്. ചെലവ് കൂടുതലും വരുമാനം കുറവും. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? 1. അസമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി അഭ്രം ഉപയോഗിക്കുന്നു. അതിൽ ആൻസർ ഓപ്ഷൻസ് നോക്കാം. 1 മാത്രം, എ 1 മാത്രം, ബി 2 മാത്രം, സി 3 മാത്രം, ഡി എല്ലാ പ്രസ്താവനകളും. താഴെ പറയുന്നതിൽ പ്രസ്താവന ശരിയല്ലാത്തതെന്നായിരുന്നു ചോദ്യം. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, 2 മാത്രം ശരിയല്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻസ്: എ 1 ഏപ്രിൽ 2015, ബി 1 ജനുവരി 2015, സി 1 ജനുവരി 2014, ഡി 1 ഏപ്രിൽ 2017. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 1 ജനുവരി 2015. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി VKR റാവു, ഓപ്ഷൻ സി PC മഹലനോബിസ്, ഓപ്ഷൻ ഡി ഡോക്ടർ MS സ്വാമിനാഥൻ. ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ MS സ്വാമിനാഥൻ. നെക്സ്റ്റ് വൺ, മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും അനുസരിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക്കായി ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിംഗ് രീതിയാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും അനുസരിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക്കായി ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിംഗ് രീതിയാണ്. ഓപ്ഷൻ എ സ്കാൾപ്പിംഗ്, ഓപ്ഷൻ ബി ഡേ ട്രേഡിംഗ്, ഓപ്ഷൻ സി സ്പോട്ട് ട്രേഡിംഗ്, ഓപ്ഷൻ ഡി അൽഗോ ട്രേഡിംഗ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അൽഗോ ട്രേഡിംഗ്. നെക്സ്റ്റ് വൺ, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? 1. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലെ ഭാഗം 4A ആർട്ടിക്കിൾ 51A പ്രതിപാദിക്കുന്നു.
2 86-ാം ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 3 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. ആൻസർ ഓപ്ഷൻസ് നോക്കാം. എ ഒള്ളി 2, 3, ബി ഒള്ളി 1, 3, സി ഒള്ളി 1, 2, ഡി ഓൾ ഓഫ് ദി എബോവ് 3. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം. അടുത്തത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 1 നിർദ്ദേശ തത്വങ്ങൾ അയർലാൻഡ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു. 2 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തു. 3 നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു. ഓപ്ഷൻസ് നോക്കാം. only 1 and 2, B only 2 and 3, C only 1 and 3, D all of the above. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന എന്തൊക്കെയാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ സി only 1 ഉം 3. ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തത് ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം. 2 ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. 3 ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപഠന അവകാശമുണ്ട്. ഓപ്ഷൻസ് നോക്കാം. എ only 1 ഉം 2 ഉം, ബി only 2 ഉം 3 ഉം, സി only 1 ഉം 3 ഉം, നാലാമത്തത് ഓൾ ദി അബോവ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, 1 ഉം 2 ഉമാണ് ബന്ധപ്പെട്ടത്. ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാമെന്നുള്ളതും ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം എന്നുള്ളതുമാണ് ശരിയായ പ്രസ്താവന. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1 മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ്. 2 മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മുൻ ഹൈക്കോടതി ജഡ്ജിയും അംഗങ്ങളാണ്. മൂന്നാമത്തത് മനുഷ്യാവകാശങ്ങളിൽ പ്രഗത്ഭരായ 2 പേർ ഇതിലെ അംഗങ്ങളാണ്. ഓപ്ഷൻസ് നോക്കാം. എ only 2 and 3, ബി only 1 and 2, സി only 1 and 3, ഡി all of the above. ഇതിൽ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, only 1 ഉം 3 ഉമാണ്. വായിച്ചേക്കാം. അത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ്. മൂന്നാമത്തത് മനുഷ്യാവകാശങ്ങളിൽ പ്രഗത്ഭരായ 2 പേർ ഇതിലെ അംഗങ്ങളാണ്. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന എന്താണ്? ഒന്നാമത്തത് ചില കേസുകളിൽ കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അടുത്തത് കേസുകളിൽ ശിക്ഷാ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ കമ്മീഷനുള്ളൂ. അടുത്തത് മനുഷ്യാവകാശ ലംഘനമുണ്ടായാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാനുള്ള അവകാശമുള്ളൂ. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് എ only 1 and 2, ഓപ്ഷൻ ബി only 2 and 3, ഓപ്ഷൻ സി only 1 and 3, all of the above 1, 2, 3. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, only 1 and 3. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനയിൽ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഭരണഘടനയിലെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളാണ് നിർദ്ദേശ തത്വങ്ങൾ പ്രതിപാദിക്കുന്നത്. അടുത്തത് അനുച്ഛേദം 300A പ്രകാരം സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ആൻസർ ഓപ്ഷൻസ് നോക്കാം. only 1 and 2, ബി only 2 and 3, സി only 1 and 3, ഡി all of the above. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, all of the above. നെക്സ്റ്റ് വൺ, കാര്യനിർവഹണ വിഭാഗവും ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1 പാർലമെന്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിയാണ് ഗവൺമെന്റിന്റെ തലവൻ. 2 പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റാണ് ഗവൺമെന്റിന്റെയും സ്റ്റേറ്റിന്റെയും തലവൻ. 3 സെമി പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റാണ് ഗവൺമെന്റിന്റെ തലവൻ. ഓപ്ഷൻസ് only 1 and 2, only 1 and 3, അടുത്തത് 2 and 3, all of the above. ആൻസർ ഓപ്ഷൻ എ ആണ്, only 1 and 2. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്?
1. ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ്. 2. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 3. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഓപ്ഷൻസ് only 1 and 2, only 2 and 3, only 1 and 3, all of the above. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയായ പ്രസ്താവനയാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? 1. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ കില ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ്. കില ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കിലയുടെ ഭരണസമിതിയുടെ ചെയർപേഴ്സൺ. ഓപ്ഷൻസ് എ only 1 and 2, only 2 and 3, only 1 and 3, all of the above. ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി all of the above. നെക്സ്റ്റ് വൺ, താഴെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? 1. കീർത്താസ് പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമാണ്. കീർത്താസ് ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമാണ്. കീർത്താസ് മറ്റു പിന്നോക്കക്കാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. ഓപ്ഷൻ നോക്കാം. only 2 and 3, only 1 and 2, only 1 and 3, all of the above. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, only 2 and 3. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? 1. കേരള വനിതാ കമ്മീഷൻ രൂപം കൊള്ളുന്നത് ശ്രീ A.K. ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. 2. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ശ്രീമതി സുഗതാ കുമാരിയാണ്. വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ ആണ്. ഓപ്ഷൻസ് only 1 and 3, only 1 and 2, only 2 and 3, all of the above. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം ആണ് ശരി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് നോക്കാം, പോയിന്റ്സ് നോക്കാം. പ്ലാനിംഗ് ബോർഡ് ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ്. പ്ലാനിംഗ് ബോർഡിലെ എക്സ്പെർട്ട് പാർട്ട് ടൈം മെമ്പറാണ് സന്തോഷ് ജോർജ് കുളങ്ങര. പഞ്ചവത്സര പദ്ധതി, വാർഷിക പദ്ധതികൾ തയ്യാറാക്കുക എന്നതാണ് ബോർഡിന്റെ പ്രധാന ചുമതല. ഓപ്ഷൻസിൽ എ 1 and 2, ബി 2 and 3, സി 1 and 3, ഡി all of the above. ആൻസർ ഓപ്ഷൻ ഡി ആണ്, all of the above. നെക്സ്റ്റ് വൺ, 31. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പോയിന്റ്സ് നമ്പർ 1, 52 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന പ്രകാരം നിരോധന നിയമം പരാമർശിക്കുന്നു. 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം പരാമർശിക്കുന്നു. 91ാം ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമത്തിന് ചില പരിഷ്കാരങ്ങൾ വരുത്തി. അടുത്തത്, സഭാധ്യക്ഷനാണ് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻസ് only 1 and 2, only 2 and 3, only 1 and 3, all of the above. കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. നെക്സ്റ്റ് വൺ, ലോക പ്രമേഹ ദിനം ആയി ആചരിക്കുന്നത് ജനുവരി 12, നവംബർ 14, മാർച്ച് 22, ഏപ്രിൽ 7. ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, നവംബർ 14. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്: എ കഫീൻ, ബി മോർഫിൻ, സി നിക്കോട്ടിൻ, ഡി ക്വിനൈൻ. ആൻസർ എന്താണ്? സി നിക്കോട്ടിൻ. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ അല്ലാത്തത് ഏതാണ്? എ ആന്ത്രാക്സ്, ബി ഡിഫ്തീരിയ, സി നിപ്പ, ഡി ക്ഷയം. ആൻസർ ഓപ്ഷൻ സി നിപ്പ. നെക്സ്റ്റ്, നവീന ജനിത എഞ്ചിനീയറിംഗ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ DNA പ്രൊഫൈലിംഗ്, ഓപ്ഷൻ ബി ജീൻ മാപ്പിംഗ്, ഓപ്ഷൻ സി DNA ഫിംഗർ പ്രിന്റിംഗ്, ഓപ്ഷൻ ഡി എക്സ്റേ ഡിഫ്രാക്ഷൻ. ആൻസർ ഓപ്ഷൻ ഡി എക്സ്റേ ഡിഫ്രാക്ഷൻ. നെക്സ്റ്റ് വൺ, പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് ആരാണ്? എ അലക്സാണ്ടർ ഫ്ലെമിംഗ്, ബി എഡ്വേർഡ് ജെന്നർ,
സി എച്ച് സി കൊറാനെ, ഡി വില്യം ഹാർവി. ആൻസർ ഓപ്ഷൻ ബി അല്ലേ, എഡ്വേർഡ് ജെന്നർ. നെക്സ്റ്റ് വൺ, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റാണ് എ TFT, സി CPR ടെസ്റ്റ്, ബി ESR ടെസ്റ്റ്, ഡി APPT. ആൻസർ ഓപ്ഷൻ ഡി ആണ്, APPT. അടുത്തത്, 20 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ വക്രത ആരം ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ എ 40 സെൻറ്റിമീറ്റർ, ബി 20 സെൻറ്റിമീറ്റർ, സി 10 സെൻറ്റിമീറ്റർ, ഡി 40 സെൻറ്റിമീറ്റർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 40 സി. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കാത്തത്? ഓപ്ഷൻസ് 1 എ എക്കോ കാർഡിയോഗ്രഫി, ബി അൾട്രാസോണോഗ്രഫി, സി സ്റ്റെതസ്കോപ്പ്, ഡി സോണാർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കാത്തത്? നമുക്ക് ആൻസർ ഓപ്ഷൻ സി സ്റ്റെതസ്കോപ്പ്. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്ന ഏകകങ്ങളിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. kg, mg, ഗ്രാം, mm. ഓപ്ഷൻ എ mg, ബി g, kg, mm. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, മില്ലിമീറ്റർ, mm ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്ന സബ്ഷെല്ലിൽ സാധ്യമല്ലാത്തത് ഏതാണ്? സബ്ഷെല്ലിൽ സാധ്യമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ 2s, ബി 2d, സി 3d, ഡി 5s. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 2d. നെക്സ്റ്റ് വൺ, താഴ്ന്ന താപനിലയിൽ ഉരുകാത്ത ലോഹം ഏതാണ്? താഴ്ന്ന താപനിലയിൽ ഉരുകാത്ത ലോഹം ഏതാണ്? ഓപ്ഷൻ എ ഗാലിയം, ഓപ്ഷൻ ബി സീസിയം, ഓപ്ഷൻ സി മെർക്കുറി, ഓപ്ഷൻ ഡി സോഡിയം. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി സോഡിയം. നെക്സ്റ്റ് വൺ, ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബൺ രൂപാന്തരങ്ങളെ അമോർഫസ് കാർബൺ എന്ന് പറയുന്നു. തന്നിരിക്കുന്നവയിൽ അമോർഫസ് കാർബൺ ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ കോക്ക്, ബി ഗ്രാഫൈറ്റ്, സി കൽക്കരി, ഡി മരക്കരി. നമ്മുടെ ആൻസർ എന്താണ് എഴുതുക? ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ. ആൻസർ എന്താണ്? തൃശ്ശൂർ. നെക്സ്റ്റ് വൺ, കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ്? മോഹിനിയാട്ടം, കഥകളി, കുച്ചിപ്പുടി, ഭരതനാട്യം. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി കഥകളി. നെക്സ്റ്റ്, ഹൃദയസ്മിതം ആരുടെ കൃതിയാണ്? ONV കുറുപ്പ്, കുമാരനാശാൻ, വള്ളത്തോൾ, ഇടപ്പള്ളി രാഘവൻ പിള്ള. ആൻസർ ഡി ഇടപ്പള്ളി രാഘവൻ പിള്ള. ചീരമുള്ള രകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പാടിയത് ആര്? കുഞ്ചൻ നമ്പ്യാർ, പൂന്താനം, എഴുത്തച്ഛൻ, ചെറുശ്ശേരി. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, കുഞ്ചൻ നമ്പ്യാർ. ഏറ്റവും അധികം തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? അർജന്റീന, ബ്രസീൽ, സൗദി അറേബ്യ, ഓസ്ട്രേലിയ. ആൻസർ ഓപ്ഷൻ ബി ബ്രസീൽ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ. ആൻസർ എന്താണ്? ഹോക്കി. നെക്സ്റ്റ് വൺ, 2022 ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻസ് നോക്കാം. എമിലിയാനോ മാർട്ടിനസ്, ലയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ, പൗളോ ഡിബാല. ആൻസർ ഏതാണ്? കിലിയൻ എംബാപ്പെ. നെക്സ്റ്റ് വൺ, റൂട്ട് ഓഫ് 3.6 ഇൻറ്റു റൂട്ട് ഓഫ് 6.4 ഈക്വൽ ടു. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 4.8. നെക്സ്റ്റ്, 14 ആളുകൾ 8 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 7 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ വേണം? ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, 2 വൃത്തസ്തൂപികളുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:9 ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:3 ആണെങ്കിൽ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്,
5 വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപകൻ്റെയും ശരാശരി വയസ്സ് 19 ആണ്. 5 വിദ്യാർത്ഥികൾക്കും ഒരേ പ്രായമാണ്. അധ്യാപകൻ്റെയും ഓരോ കുട്ടിയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 30 ആണ്. അധ്യാപകൻ്റെ വയസ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3, 9, 15 എന്ന ശ്രേണിയുടെ എണ്ണാം പദം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി. ശ്രേണിയുടെ അടുത്ത സംഖ്യ ഏതാണ്? 7, 16, 34, 70. ആൻസർ ഓപ്ഷൻ എ ആണ്. ഗോൾഡ് എന്നത് കോഡ് ഭാഷയിൽ FNQI ആണെങ്കിൽ LORD എന്ന വാക്കിന്റെ കോഡ് ഭാഷ എന്താണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, FTQN. ഇതെങ്ങനെ ചെയ്ത് നോക്കണം. കണ്ണാടിയിൽ ഒരു ക്ലോക്കിന്റെ പ്രതിബിംബത്തിന്റെ സമയം 10.15 ആണെങ്കിൽ ക്ലോക്കിന്റെ യഥാർത്ഥ സമയം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 1.45. ഒരാൾ 40 മീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 30 മീറ്റർ നടന്നതിന് ശേഷം വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു എങ്കിൽ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്തു നിന്നും എത്ര ദൂരത്ത് ആണിപ്പോൾ? ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരു വർഷം ക്രിസ്തുമസ് ചൊവ്വാഴ്ചയാണെങ്കിൽ അടുത്ത വർഷം റിപ്പബ്ലിക് ദിനം ഏത് ദിവസമാണ്? ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ. എ ഗ്രൂപ്പ് ഓഫ് ഈഗിൾസ് ഈസ് കോൾഡ് ഡാഷ്. എ ഹെഡ് ഓഫ് ഈഗിൾസ്, എ കൺവോക്കേഷൻ ഓഫ് ഈഗിൾസ്, എ ഫ്ലോക്ക് ഓഫ് ഈഗിൾസ്, എ പാക്ക് ഓഫ് ഈഗിൾസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, എ കൺവോക്കേഷൻ ഓഫ് ഈഗിൾസ്. Neither Raju nor his friends dash for the party. Options is going, are going, has gone, goes. 62 ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, are going. What is the meaning of example gratia? A for reference, B for sure, C for ever, for example. Answer option D ആണ്. 64. Change into passive voice. Children make a cake. Option A cake was made by children. A cake is made by children. A cake has been made by children. A cake is being made by children. 64 answer option B ആണ്. He spoke very diplomatically. Identify the part of speech underlined. Noun, verb, adjective, adverb. Diplomatically ആണ് അണ്ടർലൈൻഡ് വേർഡ്. എന്താണെന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, adverb. Find out the meaning of the idiom in the given sentence. We go for picnic once in a blue moon. Once in a blue moon. അതിൻ്റെ idiom meaning. A very often, B often, C seldom, none of the above. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, seldom. Next one. The meaning of the compound word blockhead is A intelligent person, B happy person, C arrogant person, D foolish person. Answer option D, foolish person. Next one. Find out the suitable preposition from the choice given below. Where are you coming? Option A at, B of, C from, D into. Answer option C, from. Find out the correct spelling. Option A mongoose, B separate, C primrose, D homeopath. Okay. Correct spelling നോക്കാം. Answer option D, homeopath. Choose the correct answer. No sooner did I reach the school than the assembly started. B. No sooner did I reach the school than the assembly started. No sooner did I reach the school than the assembly had started. None of the above. Answer option A ആണ് വരുന്നത്. No sooner did I reach the school than the assembly started. Next 71. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പൂജക ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തി എഴുതുക. ഭടന്മാർ, ഗുരുപാദർ, അധ്യാപികമാർ, മിടുക്കന്മാർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗുരുപാദർ. നെക്സ്റ്റ്. അനലൻ എന്ന വാക്കിന്റെ പര്യായപദം കാറ്റ്, വെള്ളം, തീ, ആകാശം. ആൻസർ ഓപ്ഷൻ സി, തീ.
പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം? സെവ പറയുക, അകത്താക്കുക, പുറത്താക്കുക, കണ്ടില്ലെന്ന് വയ്ക്കുക. ആൻസർ ഓപ്ഷൻ സി, പുറത്താക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക. എ, പ്രായശ്ചിത്തം. ഏതാണ് കറക്റ്റ് എന്നുള്ളത്? ഓപ്ഷൻ എ ആണ്, പ്രായശ്ചിത്തം. പൂത്തട്ടം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എന്താണ്? പൂത്തട്ടം. പൂ പ്ലസ് തട്ടം, പൂ പ്ലസ് തടം, പൂ പ്ലസ് തട്ടം, പൂ പ്ലസ് തട്ടം. അതിൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ്, പൂ പ്ലസ് തട്ടം. ഓക്കെ. പുല്ലിംഗ പദത്തിന് പദമല്ലാത്തത് കണ്ടെത്തി എഴുതുക. പുല്ലിംഗ പദം അല്ലാത്തത് കണ്ടെത്തി എഴുതുക. അവൻ സമർത്ഥൻ, കേമൻ സമർത്ഥ. ആൻസർ സമർത്ഥ, ഓപ്ഷൻ ഡി, സമർത്ഥ. നെക്സ്റ്റ് വൺ, കൈയാടിയാലേ വായാടൂ എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം? എ, ബുദ്ധിമുട്ട് സഹിക്കുക, നേട്ടമുണ്ടാക്കുക. ബി, അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ. സി, പ്രവർത്തിച്ചതിന് മുൻപ് ഫലം അനുഭവിക്കുക. ഡി, ആവശ്യത്തിലധികം സ്വന്തമാക്കുക. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടും. നെക്സ്റ്റ്, ആമയം എന്ന വാക്കിൻ്റെ വിരുദ്ധപദം? ആമേയം അല്ലേ? അമേയം, അസ്വാസ്ഥ്യം, ദുഃഖം, നിരാമയം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നിരാമയം. നമ്മൾ ഫൈനൽ ആൻസർ പ്രകാരമാണ് നോക്കുന്നൂടി ഓർക്കുക. നെക്സ്റ്റ് വൺ, തിരു പ്ലസ് ഓണം, തിരുവോണം സന്ധി ഏതാണ്? ലോപസന്ധി, അഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആഗമസന്ധി. നെക്സ്റ്റ് വൺ, കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? എ, അനുഗ്രഹീതൻ, ഊർജ്ജസ്വലൻ, ഉൽപ്പതിഷ്ണു, അഗ്രിമൻ. ആൻസർ എന്താണ്? സി ആണ്, ഉൽപ്പതിഷ്ണുവാണ്. കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഉൽപ്പതിഷ്ണു. നെക്സ്റ്റ് നോക്കാം. MICR സ്റ്റാൻഡ്സ് ഫോർ എന്താണെന്നുള്ളത്? മാഗ്നറ്റിക് ഇങ്ക് ക്രെഡിറ്റ് റെക്കഗ്നീഷൻ, മാഗ്നറ്റിക് ഇങ്ക് കാർഡ് റീഡർ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ, മാഗ്നറ്റിക് ഇങ്ക് കോഡ് റീഡർ. എന്താണ് MICR? ആൻസർ ഓപ്ഷൻ സി ആണ്, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ. നെക്സ്റ്റ് വൺ, the performance of a supercomputer is commonly measured in option A, MBPS, B, MIPS, C, FLOPS. Flops, none of the above. Answer option C, flops ആണ്. The processing of a QR code is done using parity check, Hamming code, read Solomon error correction, forward error correction. Answer option C ആണ്, read Solomon error correction. The hexadecimal number E represents 11, 13, 14, 12. Hexadecimal number. Answer option C, 14. Which of the system software software resides in main membrane always? Which of system resides in main system software resides in main memory always? Loader, linker, text editor, assembler. Answer option A ആണ്, loader. The executable file name for Microsoft Word? Word exe, Word 2003 exe, MS Word, Windows. It is answer of option D ആണ്, Windows. Next, complete the correct sentence. Gutter margin is എന്താണ്? Answer option C ആണ്, the margin that is added to the binding side of a page when printing. Next one, 88. The formula in Excel always begins with numeric values, calculation operation, an equal sign, a forward slash. Answer option C ആണ്, an equal sign. In Excel, ribbon can be shown or hidden using Ctrl plus F2, Ctrl plus F1, Ctrl plus F4, Ctrl plus F3. Answer option B, Ctrl plus F1. Incorporation of ready-made styles that can be easily used for a PowerPoint presentation is always എന്താണ്? Incorporation of ready-made styles that can be easily used for a PowerPoint presentation is known as
ഓട്ടോ സ്റ്റൈൽ, ടെംപ്ലേറ്റ്, വിസാർഡ്, പ്രീ ഫോർമാറ്റിംഗ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ടെംപ്ലേറ്റ്. അടുത്തത്, ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ് ഡിഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് റിലീസ്? ഓഗ്മെന്റേഷൻ, പോളിമോർഫിസം, ഡൈവേർഷൻ, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, ഓറിയന്റേഷൻ. ഇതിനകത്ത് ഏത് നോക്കാം. ആൻസർ ഇതാണ്, ഓപ്ഷൻ സി, ഓൺ 2, 4, 5. Next, solve or view a problem approach used by C++. A left right, B bottom up, right left, top down. Answer option B. Next one, VBNet is option A, an object oriented programming language. Option B, a markup language. Option C, a procedural programming language. Option D, none of this. Answer option A ആണ്, an object oriented programming language. A web form in WebNet will have file extensions of. Answer option B, aspect. For retrieving specific financial information from a complex database, we have to set. Answer option B ആണ്. 96. Which of the following represents the 3 basic SQL DML commands? Answer option B ആണ്, option D. 97. Truncate, alter, create belong to dash command. Option B ആണ്, DDL. Next, documents in WW can be grouped into 3 broad categories named as. Option C ആണ് answer, static, dynamic, active. Next, tags in HTML are case sensitive, in uppercase, in not case sensitive, in lowercase. HTML are answer option C ആണ്, not case sensitive. 100. In JavaScript, every object attributes have. Answer option A ആണ്, prototypes, class, objects, extensible, flag. കമ്പ്യൂട്ടർ ആണ് ക്ലാസ് 20 മാർക്സ് അല്ല, നമുക്ക് കമ്പ്യൂട്ടർ സിലബസിലുണ്ട്, അത് 10 മാർക്സ്. അപ്പോൾ ഇത് ഇച്ചിരി കട്ടി കമ്പ്യൂട്ടർ തോന്നുന്നു. എക്സ്പ്ലനേഷൻസ് നമുക്ക് നോക്കാം. എക്സ്പ്ലനേഷൻസ് വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻസ് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. LDC തന്നെ വെറുതെ ഒന്നില്ല, അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. അതും കൂടെ നിങ്ങൾ ചെയ്തു.